ഓച്ച് പോഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്ക് ഞാൻ വ്ളോഗിൽ എത്തിയിരിക്കുകയാണ്. എന്റെ വ്ളോഗിലോ ഇത്ര ഉന്മേഷോ അതാരെന്ന് മനസ്സിലായ? കൊക്കോ കൊക്കോ എന്ന് പറഞ്ഞത് അവിടെ കയറുന്നത് നമ്മുടെ റൂസ്റ്ററാണ്. റൂസ്റ്റർ ബോയിന്റെ പുറകിലുണ്ട്. വളരെ വലുതായി. എടാ ഇത് ക്യാമറയിലോട്ട് വന്നിട്ട് കാറാ. ഇന്നലെ വ്ളോഗ് ഇടാൻ പറ്റാഞ്ഞതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യുമായിരുന്നു 24 മണിക്കൂറും. അപ്പോൾ അത് ഒടുക്കത്തെ മെനക്കേടുമായിരുന്നു. മാഡ് റെസ്പെക്ട് കുറച്ച് ആൾക്കാരുടെ മേൽ. അത് വീഡിയോ ഇറങ്ങുമ്പോൾ അറിയാം. 3 ദിവസത്തിൽ ഇറങ്ങും. എൻ്റെ എഡിറ്റർ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട്, ഞാൻ എഡിറ്റ് ചെയ്താൽ മറ്റന്നാൾ ഇറങ്ങും. എഡിറ്റർ ആയതുകൊണ്ട് ഇറങ്ങും. അപ്പം എങ്ങനെയുണ്ട്? കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ കുറേ കഴിഞ്ഞൊക്കെ എത്തി. വീട്ടിലൊന്നും ഇല്ല സത്യം പറയുവാണെങ്കിൽ. നമ്മുടെ റൂസ്റ്ററൊക്കെ വലുതായി. അടുത്തു റൂസ്റ്ററിനെ കണ്ട എന്ത് മാൻലി. കാറ് കമോൺ കൊക്കോ കമോൺ യാർ, ഡു ഇറ്റ് ഓൺ ക്യാമറ മാൻ. കമോൺ ഡു ഇറ്റ് ഓൺ ഡോണ്ട് പ്ലേ ഡെഡ്. കത്ത് കിടക്ക ആരും പറഞ്ഞില്ല. കാറ് ഇല്ല, കാറൊന്നും തോന്നില്ല ബോയ്സ്. ബോയ്സ് പിന്നെ ഞാനൊരു ബിഗ് പർച്ചേസ് നടത്തിയായിരുന്നു റീസെൻ്റ്ലി. അത് ഞാൻ ഇതുവരെ മേടിച്ചിട്ട് 3 ദിവസമായി. ഞാൻ ഇപ്പോഴും ബോക്സിൽ തന്നെ വെച്ചിരിക്കുക. ഞാൻ തുറന്നായിരുന്നു കടയിൽ വെച്ച്, പിന്നെ ബോക്സ് തന്നെ ഇരിക്കുക. അവിടെ നിന്ന് ഒട്ടിച്ച് തന്നെ അപ്പം തന്നെ അങ്ങനെ ഇരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നിന്ന് കാണിക്കും. ബോയ്സ്, ഐ ജസ്റ്റ് പർച്ചേസ്ഡ് മൈ M5 Pro MacBook. ഇത്ര എക്സൈറ്റഡ് ആണോ ഇതിന്? ഏകദേശം എനിക്ക് ട്രാവലൊക്കെ ചെയ്യാൻ നേരത്തെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്താണെങ്കിലും സമയത്തും കാലത്ത് ഇറക്കും. ഞാൻ എഡിറ്റ് ചെയ്താണെങ്കിൽ സമയത്തും കാലത്ത് ഇറക്കും. എനിക്ക് ഇനി വീഡിയോ ഒരു 10 എണ്ണമെങ്കിലൊക്കെ മാസം ഇടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പോകാനാണ് താല്പര്യം. വ്ളോഗൊക്കെ എടുക്കാനായിരുന്നു. നിങ്ങൾക്ക് വ്ളോഗ് വരുന്നതിലൊക്കെ കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നു. അത് എനിക്ക് കാണത്തില്ല. സുന്ദരം എഡിറ്റ് ചെയ്തിടും. പിന്നെ ഇത് 16 ഇഞ്ച് കേട്ടോ. കൊടുക്കുന്ന വെയിറ്റ് ഞാൻ തുറന്നു കാണിക്കാം. 14 മേടിച്ചില്ല, 16 ഇരിക്കട്ടെ. എൻ്റെ M5 MacBook Pro അൺബോക്സ് ചെയ്യാൻ പറഞ്ഞില്ല. അവർ ഞാൻ അവിടെ വെച്ച് തുറന്നു കഴിഞ്ഞിട്ട് സെലോട്ടെ പൊട്ടിച്ച് ഇങ്ങോട്ട് തന്നായിരുന്നു. Come on boys, let's open it. Come on. First reveal. I mean second. MacBook Pro. Yo. തുറക്കട്ടെ. What's the password though? I forgot. It's a moving wallpaper. Huh? Damn son. Like me coming from Windows. ഈ വിൻഡോസിൽ നിന്ന് ഞാൻ ഇതിലോട്ട് മാറുമ്പോൾ എനിക്ക് മാക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് എപ്പോഴും ഞാൻ ഐഫോൺ പോലും ഉപയോഗിക്കാറില്ല. വീഡിയോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഫോണാണ്. ഞാൻ ആൻഡ്രോയിഡ് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇതുണ്ടെങ്കിൽ എനിക്ക് എഡിറ്റ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മേക്ക് ദ സാക്രിഫൈസ് ടു ജംപ് ഫ്രം വിൻഡോസ് ടു മാക്. വിൻഡോസ് ആണെങ്കിൽ ഒടുക്കത്തെ വലിയ ലാപ്ടോപ്പ് ആയിരിക്കും എഡിറ്റ് ചെയ്യുക. അതൊക്കെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചാർജ് നിൽക്കത്തില്ല വലുതായിട്ടൊക്കെ. അതുകൊണ്ടാണ് വിൻഡോസ് എടുക്കാഞ്ഞത്. മാക്കിലോട്ട് ചെയ്യുമ്പോൾ ഞാൻ ശീലമായിക്കോളും തോന്നുന്നു. യോ ഐ എം ഹാപ്പി ബോയ്സ്. ഇതിൻ്റെ കുറച്ച് പൈസ ഇപ്പോഴും കൊടുക്കാൻ ബാക്കിയുണ്ട്. അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. അത് ചിലപ്പോൾ അടുത്ത മാസത്തേക്കായിരിക്കും സെറ്റിൽ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. എന്നുവെച്ചാൽ പൈസ കുറേ ചിലവാക്കി. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കയ്യിലില്ല. അതാണ്. പക്ഷെ വീഡിയോക്ക് വേണ്ടിയാണ് പോയത് ഫുള്ള്. എനിക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. അല്ല റോൾ ചെയ്ത്. പിന്നെ 1-2 കൂട്ടുകാർക്ക് ഞാൻ കുറച്ചേറെ പൈസ കൊടുത്തു. അത് കാരണം ഒരു ടൈറ്റ്, ഇത്രേ ഉള്ളൂ. അത് ഞാൻ കൂട്ടുകാർക്ക് കൊടുക്കുന്ന പൈസ ഞാൻ വലുതായിട്ട് ആ സമയത്ത് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയില്ല. അവന്മാർക്ക് അതിനെക്കാട്ടിയും അല്ല എനിക്ക് നല്ല ആവശ്യമായിരുന്നു. പക്ഷെ എന്നാലും ചോദിച്ചുകൊണ്ട് കൊടുക്കും. സിംഗിളാണ്, എന്ത് ചെയ്യാ. I'm so free. It's like a weight lifted. ജിമ്മൊന്നും പോയിട്ടില്ല കേട്ടോ. 2 മാസമായി. ഇപ്പം ഞാൻ എടുത്ത വീഡിയോ ഇല്ല, ഞാനതിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് ഒക്കെ ഒന്ന് കേട്ട് നോക്കട്ടെ. ഡയറക്റ്റ് എയർ ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് വയ്യ. നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് ഇതിന്റെ. എന്നുവെച്ചാ പൈസ ഒന്നും കയ്യിലില്ല. അതാണ്. ഇതാണ് നല്ലത്. 3 ലക്ഷത്തിന്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ 4 ലക്ഷത്തിന്റെ ഞാൻ 2 വർഷം മുമ്പേ 3 വർഷം മുമ്പേ മേടിച്ച ഈ സിസ്റ്റം. അപ്പൊ എന്തായാലും ഇതിപ്പം നോക്കട്ടെ, ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം ഇതാണ് നല്ലതെന്ന്. M5 ഇതിനകത്ത് 18 കോറ് CPU, 20 കോറ് GPU. ഈ കൂടുതലും വിൻഡോസിനെ കുറിച്ചാണ് കൂടുതൽ ഒരു ധാരണ എങ്ങനെയാണെന്ന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഏകദേശം ആ സെയിം ലെവലിലുണ്ടോ അല്ലെങ്കിൽ അത് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ. ബോയ്സ് എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മാക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്തോട്ട് ആക്കാൻ വേണ്ടി ഞാൻ ഫോണിൽ നിന്ന് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഫോട്ടോസിലോട്ട്. പിന്നെ ഫോട്ടോസ് ഡ്രാഗ് ചെയ്താൽ നോക്കിയപ്പോൾ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതാകുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഫോട്ടോസ് ചെയ്ത് ഞാനൊരു മാക്കിൽ നിന്ന് ഫോൾഡറിനകത്തോട്ട് എക്സ്പോർട്ട് ചെയ്ത് പിന്നെ അവിടുന്ന് പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രീമിയറിലോട്ട്. എനിക്ക് ശീലമാകാത്തതുകൊണ്ടായിരിക്കും, കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇതിങ്ങനെ പിടിക്കാൻ നല്ല വെയിറ്റ് അറിയാം. സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ എനിക്കെന്തോ കൈ ഇങ്ങനെ എന്താ ഇന്നലത്തെ ആ വീഡിയോ കാരണമാണെന്ന് തോന്നി കൈ വേന എടുക്കുന്നത് കുത്തിയിട്ട് ഇങ്ങനെ. എനിക്ക് ഇപ്പൊ ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങി കേട്ടോ. എനിക്ക് നേരത്തെ മനസ്സിലാവുന്നില്ല, ഇപ്പൊ മനസ്സിലായി. മാക്കിനകത്ത് നിങ്ങൾക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യം പോലല്ലോ. അതൊക്കെ ലിഡ് ക്ലോസ് ചെയ്താൽ മതി.
മോനെ ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ വെറുതെ ആയിട്ട് മേടിച്ചതാണ്. ഇതൊന്നും എനിക്ക് ഞാൻ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ മാക്ക് നോക്കാറ് പോലും ഇല്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് റിയലി ഹാവ് ടു ഡു എനിത്തിങ്. ഐ ജസ്റ്റ് ഹാവ് ടു ക്ലോസ് ദ ലിഡ് ആൻഡ് ഇറ്റ് ജസ്റ്റ് സ്റ്റേസ് അസ്ലീപ് ഫോർ മേ ബി ഡേയ്സ്. വാവ് നൈസ്. ഇതിപ്പോൾ എൻ്റെ വണ്ടി ഇല്ല കേട്ടോ, അത് സർവീസിന് കിടക്കും. എൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ചെറുതായിട്ട് ക്രാക്ക് ആയിരുന്നു, അപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ പോയി കിടക്കുക. അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഞാൻ വാഗമൺ പോകണ്ടേ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. വണ്ടി ഇല്ലാണ്ട ആ ചേമ്പ് പെട്ടെന്ന് കിളുത്ത് വരുന്നത് വണ്ടിക്ക്. വണ്ടിയോട്ട് 2 ദിവസം കിട്ടില്ല, ചേമ്പ് കിളുത്തു വന്നു. അപ്പം ആ 3 പേര് ഒരുമിച്ച്, ഇവർ 2 പേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇവരെ 3 പേർക്ക് ഇത് മൈൻഡൊന്നും ഇല്ല. ഇവരെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 5 പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ചയിലെല്ലാം 4 എണ്ണം തന്നെ മരിച്ചുപോയി. ഇപ്പം 6 പൂച്ചയായിരുന്നു കേട്ടോ, 5 എണ്ണം പോയത്. അതിൻ്റെ അമ്മ പോയി. ഇപ്പോൾ കറൻ്റ്ലി വി ഹാവ് ജസ്റ്റ് വൺ, അവർ ഫേവറേറ്റ് ഓറഞ്ച് ക്യാറ്റ്. യോ എന്തെങ്കിലും പറയടാ, ഇങ്ങനെ നാണം കുടുങ്ങി ചന്തി കാണിക്കരുത് പ്ലീസ്. എൻ്റെ ചാനലിനകത്ത് ആൾക്കാർ കാണുന്നതാണ്. ഇവിടെ മരുന്ന് കുത്തി മാത്രം ജീവനോട് ഇരിക്കുന്നത്, അത് മറക്കരുത്. അതാരാണ് കുറേ നാളുകൾ കഴിഞ്ഞ് എൻ്റെ വീഡിയോക്കകത്ത്? അതാരാണത്? ഗേറ്റ് തുറക്കാൻ പറയുന്നു പാവം. എന്താ നാടകം തുടങ്ങിയെന്നോ? ആണോ? 2 മാസമായിട്ടൊന്നും ഇല്ല. എന്താ ഒന്നും പറ്റിയില്ല. അടുത്ത് ഇവന്റെ ഡിസൈൻ വേറെ വ്യത്യാസമായിട്ടാ. എന്താണെന്ന് അറിയത്തില്ല. ഫാൻസി എന്നും പറഞ്ഞ് മേടിച്ചത് ചുമന്നൊക്കെ വരുന്നത് എൻ്റെ മോന്ത. അത് നിങ്ങൾക്കറിയത്തില്ല, അമ്മയും ജിമ്മിൽ പോകാൻ തുടങ്ങി ഡെയിലി. അച്ഛനും ജിമ്മിൽ പോകാൻ തുടങ്ങി. ഞാനേ പോകാത്തേ ഉള്ളൂ. ഇപ്പോൾ 2 പേരും ഡെയിലി പോകും. അമ്മയൊക്കെ ഇപ്പോൾ ജിമ്മിൽ പോയി വന്ന് പിന്നെ കടയിൽ കയറി വരുന്നതുകൊണ്ടാണ് ഇത് തയ്യലിൻ്റെയൊക്കെ സാധനം. അമ്മേനെ ലാപ്ടോപ്പ് കാണിച്ചില്ലായിരുന്നു, ജസ്റ്റ് പറഞ്ഞേ ഉള്ളായിരുന്നു പറഞ്ഞാൽ മേടിച്ചത്. അകത്തോട്ട് കിടപ്പുണ്ട്. കണ്ടിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. അതെങ്ങനെ യൂസ് ചെയ്താലേ ഇതിന്റെ പുറം പേജ് കണ്ട് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റൂ? കണ്ടിട്ട് മനസ്സിലാവില്ല ഏതാണെന്ന്. ഈ ലാപ്ടോപ്പ് ഇത് തന്നെയല്ലേ സാധനം? അത് സെയിം സാധനമാണ്. അല്ലെന്ന് ഈ കമ്പനി കേട്ടിട്ടേ ഇല്ല. ഏത് കമ്പനി? ഈ കമ്പനി. അതെന്താ കേൾക്കാത്തത്? ഈ ആപ്പിളിന്റെ കമ്പനി തന്നെയാണ് ഇത് അല്ലേ? അതിന്റെ പേര് മാക്ബുക്ക് പ്രോ എന്നാണ്. അതാ ഞാൻ കേട്ടിട്ടില്ലെന്നാണ് ഈ പറയുന്നത്. അത് ആപ്പിളിന്റെ ലാപ്ടോപ്പ് അത്രേ ഉള്ളൂ. തിരിച്ചാണ്. കൊറേ നാളായല്ലോ വ്ളോഗിൽ കണ്ടിട്ട്. വയ്യാണ്ടായിരിക്കുന്നു. അത് പറ്റി എന്താന്ന് ഞാൻ പറയണം? എന്താ പറയൂ. ഒരു AC മേടിച്ചിട്ട് മനുഷ്യന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. എന്താന്ന് വീട്ടിൽ പോകുന്നില്ല നീ? അത് ഞാൻ പറ വീട്ടിൽ എന്നെ വിട്ടായിരുന്നു. എന്താ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? പിടിച്ചു വെച്ചിരിക്കാന്ന ഒരു 2-3 ആഴ്ചയായിട്ട് വീട്ടിൽ എത്തിയില്ല, അത്രേ ഉള്ളല്ലേ? AC എടുത്തിട്ട് 1 മാസമായുള്ളൂ. 2-3 ആഴ്ച എന്ന് പറയുമ്പോൾ എന്റെ വണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. വെയിറ്റ് കുറഞ്ഞിട്ടില്ല, മസിൽ ലോസ് ആണ്. വയറ് കുറച്ച് ചാടി. 96 കിലോ ഉണ്ട്. പക്ഷെ ഒരു 110 കിലോ ആക്കി ഉരുട്ടിയെടുക്കാൻ നോക്കുക ഞാൻ, ഫുള്ളും കളഞ്ഞിട്ട്. ഷേപ്പ് ഇപ്പോഴും ഉണ്ട് ഏകദേശം. നിന്നെ പോലെ തന്നെ. നിനക്ക് ഫാമിലി പാക്ക്. ഇത് 9:30 ആകാറായി. 10 മിനിറ്റ് മുമ്പേ എത്തിയത്. 9:30ക്കാണ് ഇവിടെ ജിം അടയ്ക്കുന്നത്. അതൊക്കെ ഒന്നുമില്ല, ഞാൻ വെറുതെ 3 എണ്ണം മാത്രമേ അടിക്കുന്നുള്ളൂ. ബോയ്സ്, ഇവൻ ലോയർ ആകാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വക്കേറ്റ് ആവും. അതിന്റെ വ്യത്യാസം അറിയാവാ? ലോയർ അഡ്വക്കേറ്റിന്റെ വ്യത്യാസം അറിയാവാ? അല്ല, ലോയറിന്റെ അഡ്വക്കേറ്റിന്റെ വ്യത്യാസം അറിയാവാ? അറിയില്ലല്ലേ? അപ്പൊ നീ മാറും. അവനറിയത്തില്ലല്ലോ. ഇവൻ കില്ലാടി കേട്ടോ, എല്ലാം അറിയാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊലക്കേസാ കൊല വെട്ടിയ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെടുത്ത് പറഞ്ഞാൽ റിമാൻഡ് ആക്കി തരും. അത് വേറെ കേസാക്കി തരും.